ഇസ്ലാമിന്റെ സ്വഭാവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിന്റെ മാതൃക, അതിൽ നിന്ന് മുസ്ലിമീങ്ങൾ ധാരാളം അകന്നു എന്നതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസി, ഇമാം ബുഖാരി റഹിമഹുള്ളയുടെ പ്രശസ്തമായ ഹദീസ് ഗ്രന്ഥം അൽ അദബുൽ മുഫ്രദ് എന്ന കിതാബിൽ ഹുസ്നുൽ ഖുൽഖുമായി ബന്ധപ്പെട്ടിട്ടുള്ള, സൽസ്വഭാവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകൾ ഉൾക്കൊള്ളുന്ന ബാബാണ് നാം അവസാനത്തിൽ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ബാബിലെ അടുത്ത ഹദീസ് عن أنس رضي الله عنه قال خدمت النبي صلى الله عليه وسلم 10 سنين. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 10 വർഷക്കാലം ഖിദ്മത്ത് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ ചെയ്ത് മദീനയിൽ എത്തിയത് മുതൽ, അന്ന് അനസ് ബിൻ മാലിക്കിന് 10 വയസ്സാണ്. അന്ന് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നവരെ 20 വയസ്സ് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമായിരുന്നു അനസ് ബിൻ മാലിക്. ഉമ്മ കൊണ്ടാക്കിയതാണ്. റസൂലുള്ളാഹിക്ക് സഹായത്തിനും മറ്റുമായിട്ട് റസൂലുള്ളാഹിന്റെ ഒപ്പം നിന്നോട്ടെ, റസൂലുള്ളാഹിനെ നിന്ന് പഠിച്ചോട്ടെ എന്നുകൊണ്ട് ഉമ്മ കൊണ്ടാക്കിയതാണ് മുസ്ലിം റളിയല്ലാഹു അൻഹ. അപ്പോൾ ആ സ്വഹാബി പറയാണ്, ഞാൻ 10 വർഷക്കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മത്ത് ചെയ്തു. ഓരോ ജോലിക്കാരനായി സഹായങ്ങളും മറ്റുമെല്ലാം ചെയ്തു. ഫമാ ഖാല ലി ഉഫ്ഫിൻ ഖത്തു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ഒരിക്കൽ പോലും ഉഫ് എന്ന് പറഞ്ഞിട്ടില്ല. ഉഫ് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ഒരു വിമ്മിഷ്ടം കാണിക്കാനുള്ള, ഒരു എതിരായിട്ടുള്ള ഒരു കാണിക്കാനുള്ള, അല്ലെങ്കിൽ ദേഷ്യം കാണിക്കാനുള്ള ഏറ്റവും ചെറിയ വാക്കാണ് ഉഫ് എന്ന് പറയുന്നത്. അപ്പോൾ എന്നോട് ഒരിക്കൽ പോലും ഈ 10 വർഷത്തിൽ ആ നിലക്കൊരു വാക്ക് പറഞ്ഞിട്ടില്ല. വമാ ഖാല ലി ലിശൈഇൻ ലം അഫ്അൽഹു അലാ കുൻത ഫഅൽതഹു. ഞാൻ ചെയ്യാത്തൊരു കാര്യത്തിന്റെ മേലെ ഒരിക്കൽ പോലും നിനക്കത് ചെയ്യാമായിരുന്നില്ലേ എന്ന് പറഞ്ഞിട്ടില്ല. വലാ ലിശൈഇൻ ഫഅൽതുഹു ലിമ ഫഅൽതഹു. ഒരു കാര്യം ഞാൻ ചെയ്തതിന്റെ പേരിൽ നീ എന്തിനാണ് അത് ചെയ്തത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചിട്ടില്ല. നോക്കിയത് സ്വാഭാവികമായിട്ടും തന്റെ കീഴിലുള്ള ആളുകളോട് ഒരാൾ ചോദിക്കേണ്ടി വരുന്ന ചോദ്യങ്ങളാണത്. അല്ലെങ്കിൽ ഒരിക്കൽ പോലും തൻ്റെ ഒപ്പമുള്ള ജോലിക്കാരോട് ഈ നിലയിൽ ഒരു ഇഷ്ടക്കേട് കാണിക്കാതിരിക്കാൻ സാധിക്കുക എന്നുള്ളത് അത്രയും മഹത്തായിട്ടുള്ള സ്വഭാവത്തിനുടമയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം 10 വർഷക്കാലാണ്, ചെറിയൊരു കാലമല്ല. 10 വർഷക്കാലം ഒപ്പം ജോലി ചെയ്ത, അല്ലെങ്കിൽ കീഴിലായി ജോലി ചെയ്ത ഒരു വ്യക്തിയാണ് തൻ്റെ യജമാനനെ കുറിച്ച് ഈ നിലക്ക് പറയുന്നത്. അപ്പൊ എത്രത്തോളം നല്ല സ്വഭാവത്തിനുടമയായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ഈ അടുത്ത കാലത്ത്, അഥവാ സൗദിയിലെ ഗ്രാൻഡ് മുഫ്തി ആയിരുന്ന ഇബ്നു ബാസ് റഹിമഹുല്ലാ, അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത്, അദ്ദേഹം മരണപ്പെടുന്നത് 2000 ആ കാലത്താണ്, 90കളുടെ അവസാനത്തിൽ 2000 ആദ്യത്തിലും ആ കാലത്താണ് മരണപ്പെടുന്നത്. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ UK-ലോ അതോ അതുപോലെയുള്ള ഒരു നാട്ടിൽ നിന്ന് ഒരാൾ ഇസ്ലാം സ്വീകരിക്കേണ്ടായി. അങ്ങനെ അയാളുടെ ഒപ്പമുള്ള ആളുകൾ പറഞ്ഞു, നിങ്ങൾ സൗദിയിൽ ചെല്ലണം, അവിടെ ഇബ്നു ബാസ് എന്ന ഒരു പണ്ഡിതനുണ്ട്, ആ പണ്ഡിതന്റെ അടുക്കൽ പോയി ഇൽമു നേടാനും അല്ലെങ്കിൽ പരിചയപ്പെടണം എന്ന നിലക്കെല്ലാം പറഞ്ഞു. അങ്ങനെ അദ്ദേഹം സൗദിയിൽ വരികയും ഇബ്നു ബാസ് റഹിമഹുള്ളയോടൊപ്പം കുറച്ച് ദിവസം സഹവസിക്കുകയും ചെയ്ത് തിരിച്ച് നാട്ടിലെത്തിയിട്ട് ആളുകൾ വിവരം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഇബ്നു ബാസ് റഹിമഹുള്ള ഇങ്ങനെയാണ് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയായിരിക്കും എന്നത്. ഒന്ന്, ഇബ്നു ബാസ് റഹിമഹുള്ള മഹത്തായ സ്വഭാവത്തിനുടമയും ആളുകളെ നല്ല പരിഗണിക്കുന്ന
അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ തന്നെ പറയാറുള്ള ഒരു വാക്ക്, അദ്ദേഹം ഈ കാലത്ത് ജനിക്കേണ്ട ആളല്ല, സ്വഹാബികളുടെ കൂട്ടത്തിൽ ജനിക്കേണ്ട ആളായിരുന്നു എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ മഹിമ, അപ്പോൾ ഒരു ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയുടെ സ്വഭാവം കണ്ടിട്ട് തന്നെ ഇസ്ലാമിലേക്ക് വന്ന ഒരാൾ അത്ഭുതപ്പെട്ടു. അപ്പൊ ചോദിക്കുന്നത്, ഈ ഒരു സ്വഭാവം ആ വ്യക്തിക്ക് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്താനുള്ള ശ്രമം നടത്തിയത് കൊണ്ടാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എങ്ങനെയായിരിക്കും എന്ന് ഈ സഹാബി ചോദിക്കുകയുണ്ടായി. അപ്പോ നമ്മള് സൽസ്വഭാവത്തിന്റെ ഭാഗമാണ് മറ്റുള്ള ആളുകളോട് നല്ല രീതിയിൽ പെരുമാറുക എന്നുള്ളത്. എന്നാൽ അധിക ആളുകളും മോശമായി പെരുമാറാനുള്ള ധൈര്യം കാണിക്കുക എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ തനിക്കെതിരെ സംസാരിക്കില്ല എന്നുള്ള ആളുകളോടാണ് ആളുകൾ ഏറ്റവും മോശമായിട്ട് പെരുമാറുക. ഒരാളുടെ സ്വഭാവം അയാളുടെ ഭാര്യയുടെ അടുത്ത് നിന്ന് ഭാര്യക്കാണ് ഏറ്റവും നന്നായിട്ട് അറിയാമെന്ന് പറയാനുള്ള കാരണം എന്താണ്? കാരണം ആ ഭാര്യ അയാളുടെ കീഴിലാണ് എന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സന്ദർഭങ്ങളിൽ അയാളോടെതിരെ നിൽക്കില്ല, താഴെ ഉണ്ടാവുന്ന ആളാണ് എന്ന നിലക്കാണ് കൂടുതൽ അയാളുടെ സ്വഭാവം മോശമായിട്ട് തീരുക. അപ്പോ ഒരു ഉത്തരവാദിത്വമില്ല. അതായത് സ്വന്തം ഇഷ്ടപ്രകാരം ജോലിക്കാരനായി വന്ന ആളാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ആ ഒരു വ്യക്തിയോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്രയും നല്ല സ്വഭാവത്തിൽ ഇടപഴകിയിട്ടുള്ളത്. നമുക്കെല്ലാം മാതൃകയാണ്. عن أنس بن مالك رضي الله عنه قال, അടുത്ത ഹദീസ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതാണ്. كان النبي صلى الله عليه وسلم رحيما وكان لا يأتيه أحد إلا وعده وأنجز له إن كان عنده. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റഹീമായിരുന്നു. റഹീം എന്ന് പറഞ്ഞാൽ കാരുണ്യം അതിയായി ചൊരിയുന്നവൻ, കാണിക്കുന്നവൻ എന്നാണ് റഹീം എന്നതിന്റെ അർത്ഥം. അപ്പോൾ അങ്ങേയറ്റം ആളുകളോട് കാരുണ്യം കാണിക്കുന്ന ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ വകാന ലാ യഅതീഹി അഹദുൻ ഇല്ലാ വഅദഹു വഅൻജസ ലഹു ഇൻ കാന ഇൻദഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഒരാൾ വന്നിട്ടുണ്ട് എങ്കിൽ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നടത്തി കൊടുക്കാൻ സാധിക്കുന്ന കാര്യമാണെങ്കിൽ, നൽകാൻ സാധിക്കുന്ന കാര്യം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അത് ഇല്ല എന്ന് പറഞ്ഞ് തള്ളാറില്ല. എന്നിട്ട് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, വഉഖീമത്തിസ് സ്വലാ, ഒരിക്കൽ നിസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് കൊടുത്തു. വജാഅഹു അഅറാബിയ്യുൻ ഫഅഖദ ബിസൗബിഹി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖാമത്ത് കൊടുത്ത് നിസ്കാരത്തിന് നിൽക്കുന്ന സന്ദർഭത്തിൽ ഒരു അറാബി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രം പിന്നിൽ നിന്ന് വലിച്ചു. എന്നിട്ട് പറഞ്ഞു, ഫഖാല ഇന്നമാ ബഖിയ മിൻ ഹാജതി യസീറത്തുൻ. എന്നിട്ട് അറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ചുകൂടി ഉണ്ട് എന്ന് പറഞ്ഞു. ഒന്നെങ്കിൽ ആ അറാബി വന്നിട്ട് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവും, അപ്പൊ അതിന് ബാക്കിയായിട്ട് ഇനിയും കുറച്ചുകൂടി ആവശ്യമുണ്ട് നിലക്ക്. ആ അറാബികൾ പറഞ്ഞ പരിക്കൻ സ്വഭാവക്കാരായിരിക്കും. ആരോട് എങ്ങനെ പെരുമാറണമെന്നോ എങ്ങനെ നിൽക്കണം ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നിസ്കരിക്കാൻ നിന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിൽ നിന്ന് വസ്ത്രം പിടിച്ച് വലിച്ചിട്ടാണ് ചോദിക്കുന്നത്, എനിക്ക് കുറച്ചുകൂടി ആവശ്യമുണ്ട്, കുറച്ചുകൂടി തരണം എന്ന് പറഞ്ഞു. വഅഖാഫു അൻസാഹ. എന്നിട്ട് പറഞ്ഞു, ഞാൻ പേടിച്ചു, അറാബിയാണ്, എനിക്ക് പേടിയാണ്, നിങ്ങളെ മറന്നുപോയാലോ, നിങ്ങളെങ്ങാനും മറന്നുപോയാൽ, ഞാനത് മറന്നുപോയാലോ ചോദിക്കാൻ, അതുകൊണ്ടാണ്. ഫഖാമ മഅഹു ഹത്താ ഫറഗ മിൻ ഹാജതിഹി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ നിന്നിടത്തുനിന്ന് ഇഖാമത്ത് കൊടുത്ത സമയമാണ്. അവിടെ നിന്ന് പോയി എന്താണോ ആ അറാബിക്ക് ആവശ്യമുള്ളത് അത് നിർവഹിച്ചു കൊടുത്ത് അത് പൂർത്തിയായതിനു ശേഷം സുമ്മ അഖബല ഫസല്ല, പിന്നെ വന്നിട്ട് നിസ്കരിച്ചു. അപ്പൊ ആലോചിച്ച് നോക്കിയും എന്തെല്ലാം കാരണങ്ങൾ പറഞ്ഞ് ആ അറാബിയെ അകറ്റാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടില്ല. ഈ ഹദീസിൽ നിന്ന് ഉലമാക്കൾ എടുക്കുന്ന ഫിഖഹി ആയിട്ടുള്ള ഒരു ഫായിദയാണ്, ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇമാമിന് നിസ്കാരം ചില പ്രത്യേക കാരണങ്ങൾ ഉണ്ടെങ്കിൽ വൈകിപ്പിക്കാവുന്നതാണ്. സാധാരണഗതിയിൽ ഇഖാമത്ത് കൊടുത്താൽ അതിനോട് അടുപ്പിച്ച് തന്നെ എന്ത് വേണം? നിസ്കരിക്കണം. എന്നാൽ ചില പ്രത്യേക സന്ദർഭങ്ങളോ സാഹചര്യങ്ങളോ വരുന്ന സന്ദർഭത്തിൽ ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞ് നിസ്കാരം വൈകിപ്പിക്കാനുള്ള അനുവാദം ഈ ഹദീസിൽ നിന്നും ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റ് ചില സന്ദർഭങ്ങളിലും ഇതുപോലെ ചെയ്തതായിട്ട് കാണാം. വേറെ ഹദീസിൽ കാണാം, ഉഖീമത്തുസ് സ്വലാ, നിസ്കാരത്തിന് ഇഖാമത്ത് കൊടുത്തു. വറജുലുൻ യുനാജി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കാൻ വേണ്ടി വന്നു, എന്തോ ഒരു കാര്യം രഹസ്യമായിട്ട് സംസാരിക്കാൻ വേണ്ടി വന്നു. ഫമാ സാല യുനാജി ഹത്താ നാമ അസ്ഹാബുഹു. ആ സംസാരം എത്രത്തോളം നീണ്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഖാമത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്,
പക്ഷെ ആ സംസാരം നീണ്ടിട്ട് ബാക്കിയുള്ള നിസ്കാരത്തിന് കാത്തുന്ന സ്വഹാബികൾ ഉറങ്ങിപ്പോകുമാറ് അത്ര നേരം വൈകി. സുമ്മ ഖാമ ഫസല്ല, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് നിസ്കരിച്ചു. അപ്പോൾ സാധാരണഗതിയിൽ ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ നിസ്കാരം വൈകിപ്പിക്കുക എന്നുള്ളത് മക്രൂഹാണ്, വെറുക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ എന്തെങ്കിലും ഹാജത്ത്, എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒരാവശ്യം വരികയാണെങ്കിൽ ഇമാമിന് ഇഖാമത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും നിസ്കാരം വൈകിപ്പിക്കാം എന്ന് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ പറഞ്ഞത് കാണാം. ഇബ്നു റജബ് സഹീഹ് ബുഖാരിയുടെ ഷർഹിൽ, അതുപോലെ ഇബ്നു ഹജർ അസ്ഖലാനി ബുഖാരിയുടെ ഷർഹിലൊക്കെ ഈ കാര്യം പറയുന്നുണ്ട്. പക്ഷേ ഈ നമ്മുടെ കിതാബുമായി ബന്ധപ്പെട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവമാണ്. ആ വ്യക്തിയെ ആട്ടി അകറ്റാം, ഒഴിവാക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും നല്ല സ്വഭാവത്തിൽ പെരുമാറി. ഇവിടെ പല ആളുകളും മുശ്രിക്കീങ്ങളിൽ നിന്ന് ഇസ്ലാം സ്വീകരിക്കാനുള്ള ഒരു കാരണം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവമായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുമാറ്റം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടപഴകൽ, ആ കാരണം കൊണ്ട് തന്നെ ഇസ്ലാം സ്വീകരിച്ച സ്വഹാബിമാരുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, യമാമ എന്ന പ്രദേശത്തുള്ള നേതാവായിരുന്ന സുമാമ എന്ന പേരുള്ള ഒരു സഹാബി. ആ സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വേണ്ടി നടന്ന ആളാണ്, വധിക്കണം എന്നുള്ളതിൽ. അങ്ങനെ ആ വ്യക്തിയെ കണ്ടാൽ എവിടുന്നാണെങ്കിലും പിടിച്ചു കെട്ടണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും ആക്ഷേപങ്ങൾ പറഞ്ഞു വരുത്തിയ, ചീത്ത പറഞ്ഞിരുന്ന ഒരാളായിരുന്നു. അങ്ങനെ സഹാബികൾക്ക് ഒരിക്കൽ അദ്ദേഹത്തെ പിടിച്ചു, അങ്ങനെ മസ്ജിദ് നബവിയിൽ നിർത്തി, തടവിലാക്കിയിട്ട് നിർത്തി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. അപ്പൊ എന്താണ് പിന്നെ സുമാമ, എന്താണ് നിങ്ങളുടെ അവസ്ഥ, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ചോദിച്ചപ്പോ ആ വ്യക്തി പറഞ്ഞു, നിങ്ങൾക്ക് പണമാണ് വേണ്ടത് എങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന പണം ഞാൻ തരാം. നിങ്ങൾ എന്നെ ഉപദ്രവിക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിന് പകരം നൽകേണ്ടി വരും എന്നുള്ള വർത്താനം പറഞ്ഞു. നബി ഒന്നും ചെയ്തില്ല. നബി മസ്ജിദിൽ ഒരു ഭാഗത്ത് ബന്ദിയായിട്ട് സുമാമ റളിയല്ലാഹു അൻഹുവിനോട് വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം, ഖുർആൻ പാരായണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം, പെരുമാറ്റം, ഇടപഴകൽ അങ്ങനെയൊക്കെ കണ്ടു. 3 ദിവസം അങ്ങനെ കഴിഞ്ഞു. 3ാമത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വ്യക്തിയെ വെറുതെ വിട്ടു, പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ പോയി കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ഷഹാദത്ത് ചൊല്ലി, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. എന്നിട്ട് പറഞ്ഞു, ഈ ലോകത്ത് എനിക്ക് ഏറ്റവും വെറുപ്പുള്ള മുഖം മുഹമ്മദിൻ്റെതായിരുന്നു. ഇന്ന് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്, ഏറ്റവും സ്നേഹിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖമാണെന്ന് പറഞ്ഞ് ഇസ്ലാം സ്വീകരിച്ച സന്ദർഭം കാണാം. ധാരാളം ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം കൊണ്ട് മാത്രം ആളുകൾ അടുത്തതായിട്ടുള്ള ധാരാളം സംഭവങ്ങൾ ചരിത്രത്തിലുണ്ട്, ഇസ്ലാമിലേക്ക് അടുത്തത്. അപ്പോൾ മുസ്ലിമീങ്ങൾ ശരിക്ക് ഇന്ന് അവർ പഠിക്കേണ്ട ഒരു കാര്യം, മറ്റുള്ള ആളുകൾ, ഇസ്ലാമിന് പുറത്തുള്ള ആളുകൾ, അവർ ഇസ്ലാമിനെ അറിയാനുള്ള പ്രധാന കാരണമായിട്ട് മുസ്ലിങ്ങളുടെ സ്വഭാവം മാറണം. നല്ല സ്വഭാവത്തിനുടമകളായിട്ട് അവർ ഇസ്ലാം ഒരു നല്ല ദീനാണ് എന്ന് മുസ്ലിമീങ്ങളെ കണ്ട് പഠിക്കുന്ന ഒരവസ്ഥയിൽ മാറേണ്ടതുണ്ട്. പക്ഷെ ദൗർഭാഗ്യകരമായി ഇസ്ലാമിന്റെ സ്വഭാവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിന്റെ മാതൃക, അതിൽ നിന്ന് മുസ്ലിമീങ്ങൾ ധാരാളം അകന്നു എന്നതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അടുത്ത ഹദീസ്, അൻ ജാബിർ റളിയല്ലാഹു അൻഹു ഖാല മാ സുഇല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഷൈഅൻ ഫഖാല ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കപ്പെട്ടിട്ട് ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല എന്ന് മറുപടി പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും ഒരു കാര്യം ആവശ്യക്കാരനായിട്ട് ചോദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല, ഞാനത് തരില്ല, എനിക്ക് നൽകാൻ സാധിക്കില്ല, ദുനിയവിയായിട്ടുള്ള എന്തെങ്കിലും ഒരു വസ്തു ചോദിച്ചതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടില്ല. വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കും. ഇല്ല എങ്കിൽ അത് ലഭിക്കാവുന്ന എന്തെങ്കിലും ഒരു കാരണത്തെ, അല്ലെങ്കിൽ ഇന്ന ആളുടെ അടുത്ത് പോയിക്കോ, അല്ലെങ്കിൽ ഇന്ന ആളുടെ അടുത്ത് ചെന്നാൽ മതി, ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളുടെ അടുക്കിലേക്ക് നയിക്കുകയും ചെയ്യും. ഇനി അതുമില്ലെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ ദുആ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തയ്യാറാകാറുണ്ടായിരുന്നു. ഏറ്റവും നല്ല രീതിയിൽ ദുആ ചെയ്തുകൊണ്ട് അവർക്കൊരു സമാധാനമേകുന്ന അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കുമായിരുന്നു. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ ഒരു അവസ്ഥ കാണാം. ഒരിക്കൽ ഒരു സ്വഹീഹ് മുസ്ലിമിൽ ഒരു ഹദീസിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, അന്ന റജുലൻ സഅല നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗനമൻ ബൈന ജബലൈൻ. ഒരിക്കൽ ഒരു വ്യക്തി വന്നിട്ട് ഇസ്ലാം സ്വീകരിച്ച തുടക്കക്കാരനാണ്, ചിലപ്പോൾ ഇസ്ലാം സ്വീകരിച്ച മറ്റെന്തെങ്കിലും കാര്യത്തിനായിരിക്കും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് 2 പർവ്വതങ്ങളുടെ താഴ്വരയോളം എനിക്ക് ആടുകളെ വേണമെന്ന് പറഞ്ഞു, ആടുകളെ നൽകണമെന്ന് പറഞ്ഞു. ഫഅതാഹു ഇയ്യാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു. ഫഅതാ ഖൗമഹു, അങ്ങനെ ഇയാൾ പോയിട്ട് ഇയാളുടെ നാട്ടുകാരത്ത് എന്നിട്ട് പറഞ്ഞു, ഫഖാല ഐ ഖൗം, കൂട്ടരെ, അസ്ലിമു, നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചോളൂ. ഫവല്ലാഹി ഇന്ന മുഹമ്മദൻ
ലയുഅതി അതാഅൻ മാ യഖാഫുൽ ഫഖർ. മുഹമ്മദ് നൽകുന്നത് ദാരിദ്ര്യം ഭയപ്പെടാത്ത രീതിയിൽ മുഹമ്മദ് ആളുകൾക്ക് വസ്തുക്കൾ നൽകുന്നുണ്ട് എന്ന് ആ വ്യക്തി ചെന്ന് തന്റെ സമൂഹത്തിനോട് പറയാം. രീതിയായിരുന്നു. ഇസ്ലാമിലേക്ക് പുതുതായി വന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം ചോദിക്കുന്ന സമ്പത്ത് ഒട്ടകമോ അല്ലെങ്കിൽ ആടുകളോ എന്താ വെച്ചാൽ ധാരാളം നൽകുമായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലക്ഷ്യം എന്താണ്? അവർ ഇസ്ലാമിൽ നിലനിൽക്കണം, മുസ്ലിമായി മരിക്കണം. അതിനുവേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുമായിരുന്നു. അറിയാം, ചിലപ്പോൾ അതിനു വേണ്ടിയിട്ടായിരിക്കും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടാവുക. പക്ഷെ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കുന്ന അവസ്ഥയിൽ അയാൾ ആകണം എന്നതുകൊണ്ട് മാത്രമാണ് അത് ചെയ്തിരുന്നത്. ഹുനൈൻ യുദ്ധം കഴിഞ്ഞ സന്ദർഭത്തിൽ ഇതുപോലൊരു കാര്യം കാണാം. ഹുനൈൻ യുദ്ധം ഇസ്ലാമിന്റെ മക്കം ഫത്തിന് ശേഷമുള്ള യുദ്ധമാണ്. ത്വായിഫിലുള്ള സഖീഫ് ഗോത്രവുമായിട്ടുണ്ടായത്. അപ്പൊ മദീനയിൽ നിന്ന് വന്ന മുഹാജിറുകളും അൻസാറുകളും ഉണ്ട്. നമുക്കറിയാം, മുഹാജിറുകൾ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം 10-13 കാലം മദീനത്ത് ഉണ്ടായി അവിടുന്ന് ഹിജറ ചെയ്ത് സ്വന്തം വീടും സമ്പത്തും എല്ലാം വിട്ട് ഹിജറ ചെയ്ത് മദീനത്തെത്തിയ ആളുകളാണ്. അൻസാരികൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ പേരിൽ മാത്രം തങ്ങളുടെ സ്വത്തും സമ്പത്തും സൗകര്യങ്ങളൊക്കെ മുഹാജിറുകൾക്ക് വേണ്ടി വിട്ടു നൽകാൻ തയ്യാറായവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറും ഉഹുദും ഖന്തഖും തുടങ്ങി ധാരാളം യുദ്ധങ്ങൾ വഖഫത്തിന്റെ അവസാനം 7-8 വർഷം നബി ഒപ്പം പിന്താങ്ങിയുന്നവരാണ്. അങ്ങനെ അവരുണ്ടായിരുന്നു. അങ്ങനെ ഹുനൈൻ യുദ്ധം കഴിഞ്ഞിട്ട് കിട്ടിയ ഗനീമത്ത് സ്വത്തിൽ മക്കയിൽ നിന്ന് മക്കം ഫത്തിൽ പുതുതായി ഇസ്ലാം സ്വീകരിച്ച ധാരാളം ആൾക്കാരുണ്ട്. അവരിങ്ങനെ ഓരോന്ന് വന്ന് ചോദിക്കും. അതിൽ മുആവിയ റളിയല്ലാഹു അൻഹു ഉണ്ട്, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്. അങ്ങനെ ഓരോരുത്തർ വന്നിട്ട് ഇത്ര ആട് വേണം, 100 ഒട്ടകം വേണം, ഇനിയും വേണം 100 ഒട്ടകം. ഒരാളെന്നെ വീണ്ടും ചോദിക്കും, നബിസ്വലമ കൊടുക്കും. വീണ്ടും ചോദിക്കും, വീണ്ടും കൊടുക്കും. അങ്ങനെ അവർ മക്കയിലെ ആളുകൾ ചോദിക്കുന്നതൊക്കെ നബിസ്വലമ കൊടുക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും മദീനയിൽ വന്ന അൻസാരികൾക്കിടയിൽ ഒരു വിഷമം ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാട്ടുകാരത്ത് എത്തിയപ്പോ നമ്മളൊന്നും വേണ്ട, നമുക്കൊന്നും തരുന്നില്ല, ഒക്കെ അവർക്കാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അൻസാരികൾക്കിടയിൽ ഒരു വിഷമം, സ്വാഭാവികമായിട്ടും മാനസികമായിട്ട് ഉണ്ടാകുന്ന ഒരു വിഷമം അവർക്കുണ്ടായി. അങ്ങനെ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ അൻസാരികൾ അടുക്കൽ വന്ന് പറഞ്ഞു, അവർ ഒട്ടകത്തെയും ആടുകളെയൊക്കെ കൊണ്ടുപോയിക്കോട്ടെ, അൻസാരികളെ നിങ്ങൾക്ക് ഞാൻ വന്നാൽ പോരെ, നിങ്ങളുടെ കൂടെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായാൽ പോരെ എന്ന് ചോദിച്ചു. അപ്പോഴാണ് അവർക്ക് ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടത്. ഭൗതികമായിട്ടുള്ള നേട്ടത്തിനോട് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ കൊണ്ട് ഒരാൾ ഇസ്ലാമിലേക്ക് വന്നാലും ഇസ്ലാമിൽ നിലനിൽക്കുന്നിടത്തോളം കാലം അവർക്ക് എന്താ ഉണ്ടാവേണ്ടത്? അള്ളാഹും റസൂലുമാണ് വലുത്. എനിക്ക് എന്ത് നഷ്ടം വന്നാലും അള്ളാഹും റസൂലുമാണ് വേണ്ടത്, ദീനാണ് വലുത്, ഈമാനാണ് വലുത് എന്ന വിശ്വാസമാണ്. അപ്പൊ അതിൽ നിന്ന് തെറ്റായ ഒരു സംസാരമായല്ലോ സംസാരിച്ചത് എന്ന് പറഞ്ഞ് അൻസാരികളെല്ലാം അവരുടെ താടി നനഞ്ഞ് കണ്ണുനീർ നിലത്ത് വീഴുമാറ് കരയാൻ തുടങ്ങി. കാരണം വിശ്വാസം പിന്നെ മദീനക്കാ പോയത്, മക്കയിൽ നിന്നോ? ഇല്ല. എന്റെ നാടാണ് വിജയിച്ചു എന്ന് പറഞ്ഞ മക്കയിൽ താമസിച്ചിട്ടുണ്ടോ? ഇല്ല. വിശ്വാസം അൻസാരികളുടെ കൂടെ മദീനയിലേക്കാണ് പോയത്. അപ്പൊ അതിനേക്കാൾ വലുത് എന്താ ഉള്ളത്? അപ്പൊ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രീതിയായിരുന്നു ധാരാളം വസ്തുക്കൾ നൽകാറുണ്ടായിരുന്നു എന്നുള്ളത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാക്ക് കാണാം, ഇൻ കാന റജുലു ലയുസ്ലിമു മാ യുരീദു ഇല്ല ദുനിയ ഫമാ യുസ്ലിമു ഹത്താ യകൂനൽ ഇസ്ലാം അഹബ്ബ ഇലൈഹി മിനദ് ദുനിയ വമാ അലൈഹാ. ഒരാൾ ഇസ്ലാമിലേക്ക് വരുന്നത്, ഇസ്ലാം സ്വീകരിക്കുന്ന ദുനിയാവ് ഉദ്ദേശിച്ചിട്ട് കൊണ്ടാണെങ്കിൽ ഫമാ യുസ്ലിമു, അവൻ യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം ആകുന്നില്ല, ഹത്താ യകൂനൽ ഇസ്ലാം അഹബ്ബ ഇലൈഹി മിനദ് ദുനിയ വമാ അലൈഹാ, ദുനിയാവിനേക്കാളും ദുനിയാവിലുള്ള മറ്റെന്തിനേക്കാളും ഇസ്ലാം അവന് പ്രിയപ്പെട്ടതാകുന്നത് വരെ അവൻ യഥാർത്ഥ മുസ്ലിമായി തീരുന്നില്ല. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. നമ്മൾ ഓരോ കാലം കഴിയും തോറും നമ്മൾ ദുനിയാവിന്റെ യുഗങ്ങൾക്ക് അപ്പുറത്തേക്ക് ദീന് കൊണ്ട് പരലോകം ആഗ്രഹിക്കുന്ന ആളുകളായിട്ട് മാറണം. പക്ഷെ അധിക ആളുകളും അവർ ദീനിനെ കൊണ്ട് നടക്കുന്നത് നമ്മള്, അതായത് തുടക്കക്കാരായ ആളുകളോട്, ഇസ്ലാമിലേക്ക് ആദ്യം അടുക്കുന്ന ആളുകളോട് നമുക്ക് പറയേണ്ടി വരുന്ന ഒരു രീതി ഇങ്ങനെയായിരിക്കും, അള്ളാഹിനെ അനുസരിക്കുകയും എന്നാലേ നിങ്ങൾക്ക് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ, നിങ്ങൾക്ക് നല്ല ജീവിതം കിട്ടുകയുള്ളൂ, നല്ല കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ, ആ നിലക്കാണ് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അധിക ആളുകളും അവരുടെ ജീവിതം നന്നാവണം, അവർക്ക് കുഴപ്പമില്ലാതെ ഒരു ബുദ്ധിമുട്ടില്ലാതെ റിസ്ക് കിട്ടണം, ഉപജീവനം കിട്ടണം, അവരുടെ രോഗം മാറണം, അങ്ങനത്തെ ഭൗതികമായ താല്പര്യം കൊണ്ട് മാത്രമായിരിക്കും ചിലപ്പോ ദീനനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുക. പക്ഷെ ദീനനുസരിച്ച് പരിശീലിച്ച് വരുമ്പോ അവർക്ക് എന്തുണ്ടാവണം? ഇനി എന്ത് നഷ്ടപ്പെട്ടാലും എനിക്ക് എന്തായിരിക്കണം? ദീനായിരിക്കണം വലുത്. അപ്പൊ അള്ളാഹിന്റെ മാർഗത്തിൽ ഇപ്പൊ ഒരാൾ അങ്ങനെ ഭൗതികമായ താല്പര്യം കൊണ്ട് ഇസ്ലാം സ്വീകരിച്ചു വന്നു വിചാരിക്കാം. ഇനി ഒരു ജിഹാദിന്റെ സമയം വന്നാൽ അവന്റെ ശരീരം ചെലവഴിച്ചും അവന്റെ സമ്പത്ത് ചെലവഴിച്ചും ദീനിന് വേണ്ടി ഇറങ്ങേണ്ടി വരും, അവന് ദീനിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ടി വരും. അത് ഈമാനിൽ ഉണ്ടാകേണ്ട വർധനവാണ്. ഇവിടെ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ചോദിക്കുന്ന ആളുകൾക്ക് അങ്ങേയറ്റം നൽകാറുള്ള വ്യക്തിയായിരുന്നു, ഇല്ല എന്ന് മറുപടി പറയാറില്ല. عن عبد الله بن الزبير رضي الله عنه قال
മാ റഅയ്തു ഇംറഅതൈൻ അജ്വദ അൻ ആയിഷത വ അസ്മാ. അദ്ദേഹം പറയാണ്, അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ ആരാണ്? സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹുവിന്റെ മകനാണ്. സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു ആരാണ്? അസ്മാ ബിയുടെ ഭർത്താവാണ്. അപ്പോ പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് അധിക ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത് ഹദീസുകൾ ആരാണ്? അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ. അതായത് അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിന്റെ ഉമ്മാന്റെ സഹോദരിയാണ് ആര്? ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹുവിന്റെ ഹദീസുകളെല്ലാം റിവായത്ത് ഭൂരിഭാഗവും വന്നിട്ടുള്ളത് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു വഴിയാണ്. അപ്പൊ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറയാണ്, മാ റഅയ്തു ഇംറഅതൈൻ അജ്വദ മിൻ ആയിഷത വ അസ്മാ. ഞാൻ ആയിഷയെ പോലെയും അസ്മാഇനെ പോലെയും റളിയല്ലാഹു അൻഹുമാ അതുപോലെ ഔദാര്യം ചൊരിയുന്ന ഒരാളെയും കണ്ടിട്ടില്ല. ഒന്ന് ഉമ്മയാണ്, ഒന്ന് അമ്മായിയാണ്, അമ്മയോ മാതൃ സഹോദരിയാണ്. എന്നിട്ട് പറയാണ്, വജൂദുഹുമാ മുഖ്തലിഫൻ. രണ്ടാളുകളും ചെലവഴിച്ചിരുന്ന രീതി എന്ന് പറഞ്ഞത് വ്യത്യസ്തമായിരുന്നു. അമ്മ ആയിഷ, ആയിഷ ഫകാനത് തജ്മഉ ശൈഅ ഇല ശൈ. ആയിഷ റളിയല്ലാഹു അൻഹ ചെയ്യാറുണ്ടായിരുന്നത് എന്തെങ്കിലും കാര്യം ഇങ്ങനെ സ്വരുക്കൂട്ടി വെക്കും. എന്തെങ്കിലും കിട്ടി, നാളെ എന്തെങ്കിലും കിട്ടി, അങ്ങനെ സ്വരുക്കൂട്ടി വെക്കും. ഹത്താ ഇദാ കാന ഇജ്തമഅ ഇൻദഹാ. അങ്ങനെ അവർ ഉദ്ദേശിക്കുന്ന ഒരളവിൽ അത് ഒരുമിച്ച് കഴിഞ്ഞാൽ ഖസമത്, അത് വീതിച്ചുകൊണ്ട് ആളുകൾക്ക് ഇങ്ങനെ നൽകും. കുറെ പണമോ മറ്റു കാര്യങ്ങളോ ഒരുമിച്ച് കൂട്ടി വെച്ചിട്ട് അത് അവർ ഉദ്ദേശിച്ച ഒരളവിൽ എത്തിക്കഴിഞ്ഞാൽ അത് വീതിച്ച് ആളുകൾക്ക് ദാനം കൊടുക്കും. വഅമ്മ അസ്മാ, എന്നാൽ അസ്മാ ബിയുടെ രീതി ഫകാനത് ലാ തുംസികു ശൈഅൻ ലിഗദിൻ. ഒന്നും നാളേക്ക് വേണ്ടി എടുത്തു വെക്കുന്ന ശീലം ആർക്കും ഉണ്ടായിരുന്നില്ല? അസ്മാ ബിക്ക് ഉണ്ടായിരുന്നില്ല. അസ്മാ ബി അന്നന്ന് തന്നെ ഉള്ളതൊക്കെ ദാനം കൊടുത്തിട്ട് ആളുകൾക്ക് ഔദാര്യം ചൊരിയുന്ന ആളായിരുന്നു. രണ്ട് രീതിയിലുള്ള സ്വതക്കയാണ്. ചില ആളുകൾ അവരവരുടെ അന്നെന്നുള്ളത് കാര്യങ്ങൾ എന്ത് ചെയ്യും? ദാനധർമ്മമായിട്ട് നൽകും. മറ്റു ചില ആളുകൾ കുറച്ച് പണമൊക്കെ കൂട്ടി വെച്ച് അവരുദ്ദേശിക്കുന്ന രീതിയിൽ അത് വീതിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ആവശ്യമുള്ള ആളുകൾ നൽകുകയോ ചെയ്യും. രണ്ടും നല്ല കാര്യമാണ്. രണ്ടും ഉത്തമമായിട്ടുള്ള ദാനധർമ്മത്തിന്റെ പ്രതിഫലം ലഭിക്കുന്ന രീതിയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്മാബിയുടെ ഈ രീതിക്കുള്ള ഒരു കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അസ്മാബിയോട് പറയുകയുണ്ടായി, അൻഫിഖി, സഹീഹ് ബുഖാരി മുസ്ലിമിന്റെ ഹദീസാണ്. അസ്മാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻഫിഖി വലാ തുഹ്സി ഫയുഹ്സി അല്ലാഹു അലൈക് വലാ തൗഇ ഫയൂഇ അല്ലാഹു അലൈക്. അസ്മാബിയോട് പറയാൻ, നീ ചെലവഴിക്കുക, നീ കണക്ക് കൂട്ടിയിട്ട് ഇങ്ങനെ വെക്കണ്ട, നീ ചെലവഴിച്ചോ. നീ അങ്ങനെ കണക്ക് കൂട്ടിയിട്ട് കൊടുക്കാതെ നിന്ന് കഴിഞ്ഞാൽ അള്ളാഹ് നിനക്ക് നൽകുന്നതിൽ എന്ത് ചെയ്യും? കണക്ക് കൂട്ടാൻ തുടങ്ങും. നീ കുറെ ആലോചിക്കണ്ട, കൊടുക്കണോ വേണ്ടതെന്ന് കുറെ ആലോചിക്കാൻ നിൽക്കണ്ട, നീ വേഗം കൊടുത്താളെ. നീ ആലോചിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് നൽകണമെന്ന് അള്ളാഹ് എന്ത് ചെയ്യും? കുറച്ച് വൈകിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാവണം അസ്മാ ബീവി അപ്പോഴപ്പോൾ ചെലവഴിക്കാറുണ്ടായിരുന്നു. എടുത്തു വെച്ച് ചെലവഴിക്കുന്ന രീതിയല്ല അസ്മാ ബീവിക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹ പിന്നെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി ചെലവഴിക്കുന്ന രീതിയും ഉണ്ടായിരുന്നു. രണ്ടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മക്കളാണ്. വളരെയധികം ശ്രേഷ്ഠരായിട്ടുള്ള ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രീതി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാറില്ല? എടുത്തു വെച്ചുകൊണ്ട് സ്വതക്ക് കൊടുക്കാൻ നിൽക്കാറില്ല. പിന്നെ അനസ് റളിയല്ലാഹു അൻഹു തന്നെ പറയുന്ന ഒരു ഹദീസിൽ കാണാം, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യദ്ഖിറു ശൈഅൻ ലിഗദിൻ. നാളേക്ക് വേണ്ടി എന്തെങ്കിലും എടുത്തു വെച്ചിട്ട് കൊടുക്കുക എന്നുള്ള രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നില്ല. ഒരു ഹദീസിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉഹുദ് മലയോളം സ്വർണം 3 ദിവസം എന്റെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. അതിന് എന്തെങ്കിലും ഒരു ദീനാർ ഞാൻ എടുത്തു വെക്കുന്നുണ്ടെങ്കിൽ അതെന്റെ കടം വീട്ടാനുള്ള ദീനാർ മാത്രമായിരിക്കും. അല്ലാത്തൊക്കെ വേഗം 3 ദിവസത്തിനുള്ളിൽ തന്നെ ചെലവഴിച്ച് ദാനധർമ്മം ചെയ്യാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. എന്നാൽ കടമുണ്ടെങ്കിൽ ആദ്യത്തെ ബാധ്യത എന്താണ്? കടം വീട്ടലാണ്. കടമുള്ള ഒരാൾ സ്വതക്ക് കൊടുക്കുകയാണോ വേണ്ടത്, അതോ ഹജ്ജ് ചെയ്യാണോ വേണ്ടത്, അതോ ഉംറ ചെയ്യാണോ, എന്താ വേണ്ടത്? കടം വീട്ടുകയാണോ വേണ്ടത്? അതാണ് ഒന്നാമത്തെ പ്രാധാന്യം. അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും എടുത്തു വെക്കുക എന്നല്ലാതെ ഞാനല്ലാതെ ഒന്നും അതിൽ ബാക്കി വെക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കാണാം. രീതിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിക്ക് ഭാര്യമാർക്ക് ഒരു വർഷത്തിന് ആവശ്യമായിട്ടുള്ള ദാനധർമ്മത്തിന് അവരുടെ ചെലവിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എടുത്തു വെക്കുമായിരുന്നു. അന്നത്തെ ധാന്യങ്ങളോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റത്തെ ദാനധർമ്മം കാരണത്താൽ എന്തായി പോവും? അത് ഒരു വർഷം നിൽക്കാതെ അതിന് മുമ്പ് തന്നെ തീർന്നു പോകുന്ന അവസ്ഥയാണ് അധികവും വീടുകളിൽ ഉണ്ടായിരുന്നത്. അടുത്ത ബാബു അശ്ശുഹ്. ഷുഹുമായി ബന്ധപ്പെട്ടതാണ്. ഷുഹ് എന്നുള്ള പദത്തിന് പിശുക്ക് എന്നൊരർത്ഥം മലയാളത്തിൽ പറയാറുണ്ട്. എന്നാൽ പിശുക്ക് എന്നുള്ളതിന് ബുഖ്ല് എന്നുള്ള വാക്കാണ് കൂടുതൽ യോജിച്ചത്. ഷുഹ് എന്നുള്ളത് പിശുക്കുണ്ടാകും. പിശുക്ക് മാത്രമല്ല, മറ്റൊരാളുടെ സ്വത്ത് കൂടി എനിക്ക് കിട്ടണം എന്നുള്ള ഒരാഗ്രഹം കൂടി ഉണ്ടാവും.
പിശുക്ക് എന്ന് പറഞ്ഞാൽ സ്വന്തം പണം ചെലവഴിക്കരുത്, അത് നഷ്ടപ്പെടരുത് എന്നുള്ളതിനെ പിശുക്ക് എന്ന് പറയാം. ഷുഹ് എന്ന് പറയുമ്പോൾ അവിടെ നിൽക്കൂല, മറ്റൊരാളുടെ കൂടി എനിക്ക് കിട്ടണം എന്നുള്ള ആ ഒരു ആർത്തി കൂടുമ്പോഴാണ് അഷുഹ് എന്നുള്ള പദം അർത്ഥം വെക്കുന്നത്. മുൻഗാമികളിൽ അധിക ആളുകളും രക്തം ചീന്താനുണ്ടായ ഒരു കാരണമായിട്ട് ഷുഹിനെ പറ്റി പറയുന്ന അസറുകൾ വന്നിട്ടുണ്ട്. ഇനി ബാബിലെ ഹദീസുകൾ. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا يجتمع غبار في سبيل الله ودخان جهنم في جوف عبد أبدا ولا يجتمع الشح والإيمان في قلب عبد أبدا. രണ്ട് കാര്യങ്ങളാണ് ഈ ഹദീസിൽ പറഞ്ഞത്. ലാ യജ്തമിഉ ഗുബാറുൻ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏൽക്കുന്ന പൊടിപടലങ്ങൾ. ഇപ്പൊ ജിഹാദിനും മറ്റും പോകുമ്പോൾ സ്വാഭാവികമായിട്ടും യാത്രയുണ്ടാകും, യുദ്ധ സന്ദർഭത്തിൽ പൊടിപടലങ്ങൾ ഉണ്ടാകും, കുതിരയും മറ്റും അന്നത്തെ രീതിയിൽ. ആ പൊടിപടലങ്ങളും വദുഖാനു ജഹന്നം, ജഹന്നത്തിന്റെ നരകത്തിന്റെ പുകയും, നരകത്തിൽ നിന്നുണ്ടാകുന്ന പുക, അതിന്റെ തീനാളങ്ങളുണ്ട് നരകത്തിന്, കറുകറുത്ത തീനാളങ്ങളാണ് നരകത്തിനുള്ളത്. ഒട്ടക കൂട്ടങ്ങൾ തെറിച്ചു പോകുന്നത് പോലെ നരകത്തിൽ നിന്ന് തീജാലകൾ ഉയർന്നു വരും. അതിൽ നിന്ന് കറുത്ത പുകയുണ്ടാവും. ആ പുകയും കൂടി ഫിജൗഫി അബ്ദിൻ അബദ, ഒരാളുടെ ഉള്ളിൽ ഒരുമിക്കില്ല. അതായത് അള്ളാഹിന്റെ മാർഗത്തിൽ ജിഹാദിന് ഇറങ്ങി പുറപ്പെടുന്ന ഒരു വ്യക്തി ഇഖ്ലാസോട് കൂടിയാണെങ്കിൽ അവൻ എന്ത് ചെയ്യില്ല, അവൻ നരകത്തിൽ പ്രവേശിക്കില്ല എന്നറിയിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം പറഞ്ഞു വലാ യജ്തബി അശ്ശഹ്, നാം പറഞ്ഞ അശ്ശഹ് പിശുക്ക് നമ്മൾ മലയാളത്തിൽ പറയാണ്, എന്നാൽ പിശുക്കിനേക്കാൾ ഒന്നുകൂടി ആഴത്തിലുള്ള അർത്ഥമാണ്. ആ പിശുക്കും വൽ ഈമാൻ, യഥാർത്ഥ വിശ്വാസവും സത്യവിശ്വാസവും ഫീ ഖൽബി അബ്ദിൻ അബദ, ഒരടിമയുടെ ഖൽബിൽ ഒരുമിക്കയില്ല. യഥാർത്ഥ സത്യവിശ്വാസവും ഈ പിശുക്കും കൂടി ഒരടിമയുടെ ഖൽബിൽ ഒരുമിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം. പിശുക്ക് എന്ന് പറഞ്ഞാൽ സ്വന്തം പണം ചെലവഴിക്കൂല എന്ന് മാത്രമല്ല, മറ്റൊരാൾക്കുള്ള സമ്പത്തും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളും കൂടി എനിക്ക് കിട്ടണം എന്ന രീതിയിൽ ഉണ്ടാകുന്ന ഒരു ആർത്തിയും ആഗ്രഹവുമാണ്. അതൊരു ഈമാനുള്ള ഒരാളുടെ ഖൽബിൽ അത് ഒരിക്കലും ഉണ്ടാവില്ല. ഇതിലൊന്നേ ഉണ്ടാവുള്ളൂ. ഒന്നീ ഷുഹ് ഉണ്ടാവും, അല്ലെങ്കിൽ ഈമാൻ ഉണ്ടാവും. രണ്ടും കൂടി ഒരുമിച്ചുണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. കാരണം ഖൽബിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് മുഅവ്വദും മുഅവ്വദു അൻഹും കൂടി ഖൽബിൽ ഒരുമിക്കൂല. അതായത് ഒരു കാര്യമുണ്ട്, അതിന് നേരെ പകരമായിട്ടൊരു കാര്യം, എതിരായിട്ടൊരു കാര്യം ഖൽബിൽ ഒരുമിച്ചുണ്ടാവില്ല. ഇപ്പോ കദിബും സിദ്ഖും കൂടി ഒരു ഖൽബിൽ ഒരുമിച്ചുണ്ടാവില്ല. നിഫാഖും ഈമാനും കൂടി ഖൽബിൽ ഒരുമിച്ചുണ്ടാവില്ല. എന്താണ് ഒന്നിന് ഖൽബിൽ കയറി കഴിഞ്ഞാൽ അതിനു വേണ്ടി ഖൽബ് ഒഴിവാകും, മറ്റേതിന് അവിടെ സ്ഥാനം ഉണ്ടാവില്ല. രണ്ടും കൂടി ഒരുമിച്ചുണ്ടാവുന്ന അവസ്ഥ ഉണ്ടാവും. ഇതിലൊന്നേ ഉണ്ടാവുള്ളൂ. അപ്പോ ഈ പിശുക്ക് പോലത്തെ ഈ സ്വഭാവവും അതുപോലെ തന്നെ ഈ ഒരാളുടെ ഈമാനും കൂടി ഒരു ഖൽബിൽ യോജിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അടുത്ത ഹദീസ് عن عبد الله بن ربيعة رضي الله عنه قال كنا جلوسا عند عبد الله فذكروا رجلا. ഒരിക്കൽ അബ്ദുല്ലാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ അടുക്കൽ ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ആളുകൾ ഒരു വ്യക്തിയെ പറ്റി പരാമർശിക്കാൻ തുടങ്ങി, ഒരു വ്യക്തിയെ പറ്റി പറയാൻ തുടങ്ങി. ഫദക്കറു മിൻ ഖുലുഖിഹി, അങ്ങനെ അയാളുടെ സ്വഭാവത്തെ പറ്റി പറയാൻ തുടങ്ങി, അയാളുടെ സ്വഭാവത്തെ പറ്റി പറയാൻ തുടങ്ങി. ഫഖാല അബ്ദുല്ലാ, അപ്പൊ ഇതിങ്ങനെ കേട്ടപ്പോ അബ്ദുല്ലാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അറഅയ്തും ലൗ ഖതഅതും റഅസഹു, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, നിങ്ങൾ ആ പറഞ്ഞ വ്യക്തിയുടെ തല മുറിച്ചു കളയുകയാണെങ്കിൽ, അകുൻതും തസ്തതിഊന അൻ തുഈദു, ആ തല വീണ്ടും അവനിൽ ഉണ്ടാക്കാൻ, കൊണ്ടുവരാൻ, മടക്കി വരുത്താൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഖാലു, അപ്പൊ ഉണ്ടായിരുന്നു പറഞ്ഞില്ല, സാധിക്കില്ല എന്ന് പറഞ്ഞു. ഖാല, അപ്പൊ വീണ്ടും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫയദഹു, അവന്റെ കൈ നിങ്ങൾ മുറിച്ചു കളഞ്ഞാൽ വീണ്ടും അത് പഴയ പോലെ ആക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ആളുകൾ പറഞ്ഞില്ല. ഖാല ഫരിജ്ലഹു, വീണ്ടും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അവന്റെ കാല് മുറിച്ചു കളഞ്ഞാൽ വീണ്ടും അതുപോലെ ആക്കാൻ പറ്റുമോ? ഖാലൂല, അവർ പറഞ്ഞു ഇല്ല. ഖാല, അപ്പൊ പറഞ്ഞു, ഫഇന്നകും ലാ തസ്തതിഊന അൻ തുഗയ്യിറു ഖുലുഖഹു ഹത്താ തുഗയ്യിറു ഖൽഖഹു, അവന്റെ രൂപം നിങ്ങൾക്ക് മാറ്റിക്കഴിഞ്ഞാൽ മാറ്റാൻ പറ്റാത്തതുപോലെ അവന്റെ സ്വഭാവത്തെയും നിങ്ങൾക്ക് എന്ത് സാധിക്കില്ല, മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞു. അതായത് ചില ആളുകൾക്ക് പ്രകൃതിയാ ഉണ്ടാകുന്ന ചില സ്വഭാവങ്ങൾ ഉണ്ടാവും. ആ സ്വഭാവത്തെ പൂർണ്ണമായി മാറ്റുക എന്നുള്ളത് നിങ്ങൾക്ക് സാധിക്കാത്ത കാര്യമാണ്. നിങ്ങൾക്ക് അവന്റെ രൂപം ഇങ്ങനെ മാറ്റിയിട്ട് എന്തെങ്കിലും ആക്കാൻ പറ്റുന്നത് വരെ ഈ സ്വഭാവത്തിലും മാറ്റം വരുത്താൻ പറ്റൂല, അതായത് സാധിക്കാത്തൊരു കാര്യമാണ് എന്ന് പറഞ്ഞു. ഇന്നൻ നുത്ഫത ലതസ്തഖിറു ഫിർ റഹിം 40 ലൈലതൻ,
ഈ ഉമ്മാന്റെ ഗർഭപാത്രത്തിലേക്ക് ഒരു ബീജം കടന്നുകൂടിയാൽ 40 രാത്രി അത് ഉമ്മാന്റെ ഗർഭത്തിലാകും. പിന്നെ അത് രക്തമായി മാറും. പിന്നെ അതൊരു അലക്കായിട്ട്, മാംസമായിട്ടുമില്ല, രക്തത്തിൽ നിന്ന് പോരും ചെയ്തു, അതുപോലെ ഒരു അവസ്ഥയിലാകും, എന്തെങ്കിലും കടിച്ചാൽ വെച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥയിൽ. പിന്നെ അത് മാംസ കഷ്ണമായി മാറും. പിന്നെ അല്ലാഹു തആല ഒരു മലക്കിനെ അയച്ചുകൊണ്ട് ആ മലക്ക് അവന്റെ മേലെ അവൻ ഈ ലോകത്തുള്ള ഉപജീവനം രേഖപ്പെടുത്തും, അവന്റെ സ്വഭാവം രേഖപ്പെടുത്തും. വശഖയ്യൻ, അവൻ ദൗർഭാഗ്യവാനാണോ, ഔ സഈദൻ, സൗഭാഗ്യവാനാണോ, അഥവാ നാളെ പരലോകത്ത് നരകാവകാശിയാണോ സ്വർഗാവകാശിയാണോ എന്നുള്ളതും രേഖപ്പെടുത്തും എന്ന് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാം. ഇതേ ആശയത്തിൽ വേറെ ഹദീസുകൾ, നമ്മൾ അറിയപ്പെട്ട ഹദീസുകൾ, സാദിഖുൽ മസ്ദൂഖ് എന്ന് പറയുന്ന ഹദീസ് വന്നിട്ടുണ്ട്. ഇവിടെ ഈ ബാവുമായി ബന്ധപ്പെട്ടത് ഒരു മനുഷ്യന്റെ സ്വഭാവത്തിൽ പ്രകൃതിയാ ഉണ്ടാകുന്ന ചില സ്വഭാവം ഉണ്ടാവും. അത് അവരുടെ മേലെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. അത് പൂർണ്ണമായി വേറൊരാൾ മാറ്റുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. എന്നാൽ അതിനെ മറച്ചു വെച്ചുകൊണ്ട് ഒരാൾക്ക് ജീവിക്കാനേ സാധിക്കുമോ? അപ്പൊ ചില ആളുകൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ദേഷ്യമായിരിക്കും ഉണ്ടാവുക, ഭയങ്കര ദേഷ്യം വരും, വെറുതെ ദേഷ്യം വരും, എന്തെങ്കിലും ചെറിയൊരു കാര്യം വന്നാൽ അതിന് ദേഷ്യം വരും. അല്ലെങ്കിൽ ചില ആളുകൾക്ക് എടുത്തുചാട്ടായിരിക്കും, ചില ആളുകൾക്ക് ധൃതിയായിരിക്കും, മോശപ്പെട്ട സ്വഭാവങ്ങൾ. നല്ല സ്വഭാവങ്ങളുള്ളത് ജന്മനാ കിട്ടുന്നത് ഖൈറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ നിങ്ങൾക്ക് റിസ്ക് വീതിച്ച പോലെ അള്ളാഹ് വീതിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? സ്വഭാവം എന്നുള്ളത്. സ്വഭാവം അള്ളാഹ് വീതിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇതുണ്ടാവും. അപ്പൊ മോശപ്പെട്ട സ്വഭാവമാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്തേ ഉള്ളൂ? ദീനിന്റെ നിയമത്തിൽ ആ സ്വഭാവം മോശമാണ് എന്നുണ്ടെങ്കിൽ അതിനെ മറച്ചു വെച്ച് അത് ആളുകളുടെ മുമ്പിൽ കാണിക്കാതെ അതിനെ പിടിച്ചു വെച്ച് ജീവിക്കുക എന്നുള്ളത് സാധിക്കുള്ളൂ. ദേഷ്യം വരുമ്പോൾ ദേഷ്യം പിടിച്ചു വെക്കുക. ദേഷ്യം വരും, ദേഷ്യം വരുത്താതിരിക്കാൻ നമുക്ക് പറ്റൂല. പക്ഷെ ആ ദേഷ്യം കൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ പിടിച്ചു വെച്ച് അത് ശരിയല്ല എന്ന് മനസ്സിലാക്കി പിടിച്ചു വെക്കലേ സാധിക്കുള്ളൂ. അപ്പൊ ഏത് മേഖലയിലും ഇങ്ങനെ തന്നെയാണ്. ചില ആളുകൾക്ക് എന്തുണ്ടാകും, ഇപ്പൊ ഈ ഭാവവുമായി ബന്ധപ്പെട്ട് പറയാൻ, ചില ആളുകൾക്ക് പിശുക്ക് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്വഭാവത്തിൽ ഉണ്ടാകുന്ന ഇതുപോലെയുള്ള കാര്യങ്ങൾ ചില ആളുകൾക്ക് ചെലവഴിക്കാൻ സാധിക്കൂല. ഭയങ്കര പേടിയായിരിക്കും, സമ്പത്ത് ചെലവഴിക്കുമ്പോൾ ഭയങ്കര പേടിയായിരിക്കും. അത് അയാൾ അറുപ്പിശിക്കണമെന്ന് പറഞ്ഞിട്ട് തള്ളേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അവൻ നിർബന്ധമായിട്ടുള്ള ബാധ്യത ചെയ്യുന്നില്ലെങ്കിൽ അവന്റെ മേലെ കുറ്റമുള്ളൂ. അതായത് അവന്റെ ഭാര്യ, അവന്റെ മക്കൾ, അവന്റെ മാതാപിതാക്കൾ, അവന്റെ കീഴിലുള്ള ആളുകൾ, അവർക്ക് ചെലവിന് കൊടുക്കുന്നില്ല എങ്കിൽ അവനെന്ത് കുറ്റക്കാരനുള്ളൂ. അല്ലാതെ പുറത്തേക്ക് ഒരാൾ സ്വതക്കം കൊടുത്തില്ല എന്നുള്ളതിന് പേരിൽ അവന് കുറ്റക്കാരനാകുമോ? ഇല്ല, കുറ്റക്കാരനാകുന്നില്ല. പക്ഷെ അവന് പ്രതിഫലം കിട്ടുന്നത്. അപ്പൊ ചില ആളുകൾക്ക് ഭയങ്കര പേടിയായിരിക്കും ചെലവഴിക്കാൻ. അപ്പോ അവര് അങ്ങനെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ സ്വതക്ക കൊടുത്തുകൊണ്ട് നൽകിക്കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഇതിനെ മാറ്റിയെടുക്കേണ്ടത് എന്ന് അവർ മനസ്സിലാക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും അത് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് അവൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോ ഈ പിശുക്ക് എന്നുള്ളത് മോശപ്പെട്ട സ്വഭാവമാണ്. അത് മാറ്റുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ആളുകൾ അതിനെതിരായി ചെയ്ത് പരിശ്രമിച്ചെടുക്കുകയാണ് അതിനുള്ള വഴി എന്നുള്ളത്. അടുത്ത ബാബ് ഹുസ്നുൽ ഖുലുഖി ഇദാ ഫഖഹു അല്ലെങ്കിൽ ഫഖഹു. ഒരാളുടെ സൽസ്വഭാവം അതുണ്ടാകുന്നത് അവന് അറിവുണ്ടാകുമ്പോൾ, അറിവ് നേടുമ്പോഴാണ് അവന്റെ നല്ല സൽസ്വഭാവം ഏറ്റവും നല്ല രീതിയിലാവുക എന്നുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇതിൽ ഒന്നാമത്തെ ഹദീസ്, അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റജുല ലയുദ്രികു ബിഹുസ്നി ഖുലുഖിഹി ദറജതൽ ഖായിമി ബില്ലൈൽ. ഒരു വ്യക്തി അവന്റെ സൽസ്വഭാവം കൊണ്ട്, അവന്റെ സ്വഭാവം ഏറ്റവും നല്ല സ്വഭാവമാകുന്നതിലൂടെ അവൻ എത്തിച്ചേരുന്നത് രാത്രി നിസ്കരിക്കുന്ന ഒരാളുടെ സ്ഥാനത്തായിരിക്കും. രാത്രി നിസ്കാരം നമുക്കറിയാം ഒരു മുഅ്മിനിന്റെ ഷറഫാണ്, ഒരു മുഅ്മിനിന്റെ ശ്രേഷ്ഠത. അവന് ഇസ്സത്ത് നൽകുന്ന കാര്യമാണ്, അവന് അള്ളാഹുവിന്റെ പ്രകാശം നൽകുന്ന കാര്യമാണ്, അവൻ അള്ളാഹുവിലേക്കുള്ള സാമീപ്യം നേടിത്തരുന്ന കാര്യമാണ്, അള്ളാഹു അവനെ പാപങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനുള്ള ഒരു കാരണമാകുന്ന കാര്യമാണ് രാത്രി നിസ്കരിക്കുക എന്നുള്ളത്. അപ്പൊ അത് മഹത്തായ സ്ഥാനമാണ്. അള്ളാഹുവിന്റെ പ്രത്യേകം തെരഞ്ഞെടുത്ത അടിമകൾക്കാണ് അതിലുള്ള തൗഫീഖ് അള്ളാഹു നൽകുക. അപ്പൊ ആ സ്ഥാനത്ത് ഒരാൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് സൽസ്വഭാവം എന്നുള്ളത്. സൽസ്വഭാവം കൊണ്ട്, നല്ല പെരുമാറ്റം കൊണ്ട്, നല്ല സ്വഭാവം കൊണ്ട് ആളുകൾ എന്തായിത്തീരും? പിന്നെ ഇതുപോലെയുള്ള ഉന്നതമായ ദറജയിൽ എത്തിച്ചേരും. അപ്പോ ഈ ദറജയിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുക എന്നുള്ളത് അവന് അറിവുണ്ടാവുമ്പോഴാണ്. അവൻ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴും അറിവുണ്ടാവുമ്പോഴാണ് സ്വഭാവം നന്നാവുള്ളൂ. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയും,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസുകൾ നമ്മൾ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ദീന് പഠിപ്പിച്ചിട്ടുള്ള ദീനിന്റെ അദബുകൾ നമ്മൾ അറിഞ്ഞിട്ടില്ല, ദീനിന്റെ സ്വഭാവം നമ്മൾ അറിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മുടെ അവസ്ഥ എങ്ങനെയായിരിക്കും? സുബ്ഹാനല്ലാഹ്. ദീനിന്റെ സ്വഭാവം നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? വളരെ നേരത്തെ പറഞ്ഞതുപോലെ പ്രകൃതിയ ചില ആളുകൾക്ക് നല്ല സ്വഭാവം ഉണ്ടെങ്കിൽ അത് ഉണ്ടാവുന്നല്ലാതെ ബാക്കിയുള്ള ആളുകൾ അവരുടെ മോശപ്പെട്ട സ്വഭാവത്തെ നിയന്ത്രിക്കാനോ നന്നാക്കാനോ പരിശ്രമിക്കൂല, അദബുകൾ ഉണ്ടാവില്ല, അങ്ങനെയുള്ള ഭയങ്കര മോശമായിരിക്കും. പക്ഷെ ദീന് പഠിക്കുമ്പോഴും ഇപ്പൊ നമ്മൾ പഠിക്കുന്ന കിതാബ് അതുൽ മുഫ്രദ് എന്നുള്ള കിതാബ് അദബുകളാണ് ഇതിൽ പറയുന്നത്. അത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലെ ഹദീസുകൾ കേൾക്കുമ്പോൾ അത് ജീവിതത്തിൽ പകർത്തണം, ഇങ്ങനെ ഒരു കാര്യം എനിക്ക് വേണം എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാകുമ്പോൾ അത് മാറ്റിയെടുക്കുമ്പോൾ അത് ജീവിതത്തിൽ പകർത്തുമ്പോൾ അതിന്റെ നേട്ടം നമ്മുടെ ജീവിതത്തിൽ കാണും, അതിന്റെ സ്വഭാവം നമ്മുടെ മാറ്റത്തിൽ ഉണ്ടാവും. അപ്പോൾ അറിവുണ്ടെങ്കിലാണ് സ്വഭാവം ഉണ്ടാവുക. സൽസ്വഭാവം ഒരാളെ രാത്രി നിസ്കരിക്കുന്ന ദർജയിൽ എത്തിക്കും. അടുത്ത ഹദീസിൽ അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല സമിഅതു അബൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ് സമിഅതു അബൽ ഖാസിം. അബൽ ഖാസിം ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുഞ്ഞത്താണ്. ആ കുഞ്ഞത്ത് പിന്നീട് ഒരാളും ഇടാൻ പാടില്ല, അബുൽ ഖാസിം എന്നുള്ള പേരിൽ വേറെ ഒരാൾക്കും ഇടാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിന് ചില നിയമങ്ങൾ ഉലമാക്കൾക്കിടയിൽ ചർച്ചയുണ്ട്. എന്നാലും അബുൽ ഖാസിം എന്നുള്ള കുഞ്ഞത്ത് ഒരാൾക്ക് പിന്നെ ഇടാൻ പാടില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖൈറുക്കും ഇസ്ലാമൻ അഹാസിനുക്കും അഖ്ലാഖ ഇദാ ഫഖഹു, അല്ലെങ്കിൽ ഫഖഹു, രണ്ട് രീതിയിലും വായിക്കാം. ഖൈറുക്കും ഇസ്ലാമ, നിങ്ങളിൽ ഏറ്റവും നല്ല ഇസ്ലാം ഉള്ളവൻ, നിങ്ങളിൽ ഏറ്റവും നല്ല ദീനുള്ളവൻ, അഹാസിനുക്കും അഖ്ലാഖ, നല്ല സ്വഭാവമുള്ളവനാണ്, ഇദാ ഫഖഹു അൽ ഇദാ ഫഖഹു, അവൻ അറിവ് നേടിക്കഴിഞ്ഞാൽ. അതായത് ഒരാളുടെ അറിവ് വർദ്ധിക്കുമ്പോഴാണ് അവൻ ഏറ്റവും ശരിയും തെറ്റും ഏറ്റവും നല്ല സ്വഭാവം ഏതാണ് എന്നും എല്ലാം മനസ്സിലാക്കാൻ സാധിക്കുക. അങ്ങനെ ഫഹ്മ് ഉണ്ടാകുമ്പോൾ, ഫിഖ്ഹ് ഉണ്ടാകുമ്പോൾ അവന്റെ സ്വഭാവം ഏറ്റവും നല്ല രീതിയിൽ ആയി മാറുന്ന അവസ്ഥ ഉണ്ടാവും. ഒരാൾക്ക് ഇൽമുണ്ടാകുമ്പോഴാണ് അവന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും മാറ്റങ്ങൾ ഉണ്ടാവുക. അവന്റെ എല്ലാ മേഖലയിലും അത് അറിവുള്ളവനും അറിവില്ലാത്തവനും ഒരിക്കലും സമമാവുകയില്ല. ഒരിക്കൽ ഹസൻ ബസ്രി റഹിമഹുള്ളയുടെ അടുക്കൽ ഇമ്രാൻ അൽ മൻഖരി എന്നുള്ള അദ്ദേഹത്തിന്റെ അതേ കാലത്തുള്ള ഒരു വ്യക്തി ഒന്ന് പറയുകയുണ്ടായി. അദ്ദേഹം പറയാണ് ഖുൽതു ലിൽ ഹസൻ യൗമൻ ഫീ ഷൈഇൻ മാ ഹാകദാ ഖാലൽ ഫുഖഹാ. എന്തോ ഒരു മസ്അല ചർച്ച ചെയ്തപ്പോ ഹസൻ ബസ്രി റഹിമഹുള്ള പറഞ്ഞൊരു അഭിപ്രായം, അതിനെപ്പറ്റി ഈ വ്യക്തി പറഞ്ഞു ഇങ്ങനെ ഫുഖഹാക്കളൊന്നും ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഫുഖഹാക്കളൊന്നും ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ബാക്കിയുള്ള ഏതൊക്കെ ആളുകളാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഹസൻ ബസ്രി റഹിമഹുള്ള അദ്ദേഹത്തിനോട് തിരിച്ചു പറഞ്ഞു വൈഹക്, നിനക്ക് നാശം, ഹൽ റഅയ്ത ഫഖീഹൻ, നീ ഏതെങ്കിലും ഒരു ഫഖീഹിനെ ശരിക്കും കണ്ടിട്ടുണ്ടോ? ശരിക്കുള്ള ഒരു ആലിമിനെ, ഫിഖ്ഹുള്ളവനെ നീ കണ്ടിട്ടുണ്ടോ? കാരണം ഹസൻ ബസ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വളർന്ന സഹാബികളുടെ ഒപ്പം ജീവിച്ചിട്ടുള്ള ആളാണ് ആര്? ഹസൻ ബസ്രി റഹിമഹുള്ള. പല താഴ്ന്ന സഹാബികളും അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുന്ന സമയത്ത് കുട്ടികളായിരുന്ന പിന്നെ സഹാബികളെല്ലാം ഇൽമ് ഹസൻ ബസ്രിയുടെ അടുക്കൽ കൂടുതൽ ഉണ്ടായിട്ട്, ദർജ കൊണ്ടല്ല, ഇൽമ് കൂടുതൽ ഉണ്ടായിട്ട് ഹസൻ ബസ്രിയുടെ അടുക്കൽ കാര്യങ്ങൾ ചോദിക്കാനും പഠിക്കാനും വരാറുണ്ട്. ആയിഷ ബീവി ഒരിക്കൽ ഹസൻ ബസ്രി സംസാരിക്കുന്നത് കേട്ടിട്ട് പറയുകയുണ്ടായി, ആരാണ് നബിമാരുടെ സംസാരിക്കുന്ന ആളാരാണ് എന്ന് ചോദിക്കണ്ടായി. അപ്പൊ അദ്ദേഹം സഹാബികളുമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്. അദ്ദേഹത്തെ പറ്റി പറയുന്നേ സഹാബികളോടൊപ്പം ജീവിച്ച താബിഈ എന്നാണ്. അപ്പോ അതേ ചോദിക്കാം, നീ ശരിക്കും അതിൽ ഫഖീഹിനെ കണ്ടിട്ടുണ്ടോ? എന്നിട്ട് പറഞ്ഞു ഇന്നമൽ ഫഖീഹു അസ്സാഹിദു ഫിദ്ദുനിയ, യഥാർത്ഥ ഫഖീഹ് എന്ന് പറഞ്ഞാൽ ദുനിയാവിനോട് സുഹൃദ് കാണിക്കുന്നവനാണ്, വിരക്തി കാണിക്കുന്നവനാണ്. അർറാഗിബു ഫിൽ ആഖിറ, പരലോകത്തോട് അതിയായ താല്പര്യം കാണിക്കുന്നതാണ്. അൽ ബസീറു ബി അംരി ദീനിഹി, ദീനിന്റെ കാര്യത്തിൽ ഉൾക്കാഴ്ചയുള്ളവനാണ്. അൽ മുദാവിമു അലാ ഇബാദത്തി റബ്ബിഹി, തന്റെ റബ്ബിനുള്ള ഇബാദത്തിൽ സ്ഥിരത കൈവരിക്കുന്നവനാണ് യഥാർത്ഥ ഫഖീഹ് എന്ന് പറയുകയുണ്ടായി. അപ്പോ ഒരാളുടെ ഇൽമും ഫിഖ് ഉണ്ടാവുമ്പോൾ സൽസ്വഭാവം ഉണ്ടാവും. ആ ഫിഖിന്റെ അടയാളമാണ് അയാൾക്ക് നല്ലൊരു സ്വഭാവം ഉണ്ടാവുക എന്നുള്ളത് എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. عن ثابت بن عبيد رضي الله عنه قال, ثابت بن عبيد تابعيان അദ്ദേഹം പറയാണ് ما رأيت أحدا أجل إذا جلس مع القوم ولا أفكه في بيته من زيد بن ثابت. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ഖുർആനിൽ അറിവുള്ള ശ്രേഷ്ഠനായ സഹാബിയാണ്. ആ സഹാബിയെ പറ്റിയിട്ട് അദ്ദേഹത്തിന്റെ ശിഷ്യനോ ഒപ്പം ഉണ്ടായിരുന്ന ആളായിട്ടുള്ള താബി പറയാണ് മാ റഅയ്തു അഹദൻ, ഞാൻ ഒരാളെയും കണ്ടിട്ടില്ല, അജല്ല ഇദാ ജലസ മഅൽ ഖൗം, ആളുകളോടൊപ്പം ഇരിക്കുകയാണെങ്കിൽ,
അഥവാ എന്തെങ്കിലും ദീനിയായിട്ടുള്ള ഇൽമ പഠിപ്പിക്കുന്നിടത്തോ ഫത്വ നൽകുന്നിടത്തോ ഖുർആൻ പഠിപ്പിക്കുന്നിടത്തോ അങ്ങനെ അതിൽ സഹകരിക്കുമ്പോൾ ഇത്രത്തോളം ഗാംഭീര്യത്തോടു കൂടി ഇത്രത്തോളം ആ ഒരു മഹത്വവും ആ ഒരു ഗാംഭീര്യത്തോട് ഇരിക്കുന്ന ഒരാളെ കണ്ടിട്ടില്ല. വല അഫ്ഖഹു ഫീ ബൈത്തിഹി, അതുപോലെ തന്നെ വീട്ടിൽ ഇത്രത്തോളം തമാശ പറഞ്ഞ് ചിരിച്ച് വർത്താനം പറയുന്ന ഒരാളായിട്ട് സെയ്ദ് ഇബ്നു സാബിത്തിനെ പോലെ അല്ലാതെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അതായത് സെയ്ദ് ഇബ്നു സാബിത്ത് ആളുകളുടെ അടുക്കൽ, പുറത്തെ ആളുകളുടെ അടുക്കൽ നിൽക്കുമ്പോൾ വളരെ ആ പക്വതയോടുകൂടിയും അതുപോലെ തന്നെ ആ ഒരു മഹത്വം ഗാംഭീര്യം കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. എന്നാൽ വീട്ടിൽ ഭാര്യമാരുടെ അടുക്കൽ, മക്കളുടെ അടുക്കൽ വളരെ ചിരിയും കളിയും തമാശയുമായിട്ട് ഇടപഴകുന്ന ആളായിരുന്നു ആര്? സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എന്നുള്ളത്. പിന്നെ സാബിത്ത് ഇബ്നു ഉബൈദ് എന്നുള്ളത് സെയ്ദ് ഇബ്നു സാബിത്തിന്റെ മൗലയാണ്, അടിമയാണ്. അപ്പോൾ ഈ ഹദീസിലല്ല, വേറെ ചില റിവായത്തിൽ കാണാം വീട്ടില് കുട്ടികളായിട്ട് കളിയും ചിരിയൊക്കെ ആയിട്ട് വായിൽ നിന്ന് ഉമിനീരൊലിക്കണത് പോലെ അദ്ദേഹം കുട്ടികളുമായിട്ടൊക്കെ കളിയും ചിരിയും സംസാരവുമായിട്ട് വീട്ടിലാകുമായിരുന്നു. എന്നാൽ പുറത്തിറങ്ങിയാൽ വളരെ ഗൗരവത്തിലുള്ള ആളായിട്ട് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്ന് നമുക്ക് കാണാം. അത് അദ്ദേഹത്തിന്റെ ഇൽമിന്റെ കാരണമാണ്. കാരണം ആളുകളോട് ഏത് രീതിയിൽ സ്വഭാവം ഉണ്ടാകണം, അതുപോലെ കുടുംബത്തിൽ ഏത് രീതിയിൽ സ്വഭാവം ഉണ്ടാവണം എന്ന് അറിയാം. ചില ആളുകൾ കാണാം, പിന്നെ അവരുടെ സ്വഭാവമാണ്, അവരുടെ ഗൗരവമാണെന്ന് പറഞ്ഞിട്ട് ഭാര്യയോടും മക്കളോടൊക്കെ ഗൗരവത്തിൽ തന്നെ നിൽക്കുന്ന ആളുകളായിട്ട് കാണാം. അതുപോലെ ചില ആളുകൾക്ക് എങ്ങനെ നിൽക്കണം, എങ്ങനെ ആളോട് പെരുമാറണം എന്നറിയാത്ത അവസ്ഥ കാണാം. അപ്പൊ യഥാർത്ഥ ഫിഖ്ഹുള്ള ഇൽമുള്ള ആളുകൾ ആരോട് എങ്ങനെ നിൽക്കണം എന്ന അടിസ്ഥാനത്തിലാണ് നിൽക്കുക. പുറത്തെ ആളുകളോട് നിൽക്കുന്ന പോലെ ഭാര്യ എടുത്ത് നിൽക്കാൻ പറ്റൂല, ഭാര്യ എടുത്ത് നിൽക്കുന്ന പോലെ പുറത്തെ ആളുകളോട് നിൽക്കാൻ അതും പറ്റില്ല. ഓരോരുത്തരോട് കൊടുക്കേണ്ട രീതിയിൽ നിൽക്കാൻ അവർക്ക് അറിയുമായിരുന്നു. അടുത്ത ഹദീസ് അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല സുഇല النبي صلى الله عليه وسلم أي الأديان أحب إلى الله عز وجل. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു, ഏത് ദീനാണ് അല്ലെങ്കിൽ ദീനിയായിട്ടുള്ള ജീവിതത്തിൽ ഏതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള രീതി എന്ന് ചോദിച്ചു. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹനീഫിയ്യതു അസ്സംഹതു, ഹനീഫിയത്തുമാണ് സംഹത്തുമാണ് എന്ന് പറഞ്ഞു. ഹനീഫിയത്ത് എന്ന് പറഞ്ഞാൽ മില്ലത്ത് ഇബ്രാഹിം, തൗഹീദിന്റെ അടിസ്ഥാനത്തിലുള്ള ശിർക്കിൽ നിന്ന് പൂർണ്ണമായി ഒഴിവായി തൗഹീദിൽ ഉറച്ചു നിൽക്കുന്ന ആ ഒരു ദൃഢതയോടുകൂടി തൗഹീദിന്റെ മാർഗത്തിൽ നിൽക്കുക, അള്ളാഹുവിനെ മാത്രം ഇഖ്ലാസോടുകൂടി ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ് ഹനീഫിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അസ്സംഹത്തു, സംഹത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അസ്സഹ്ലത്തു, എളുപ്പമുള്ളത്, ഒരു ഷിദ്ദത്തില്ലാതെ ഒരു കടുപ്പമില്ലാതെ ഒരു ഭാരമായി ദീനിനെ ഏറ്റെടുക്കാതെ അവന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവൻ ദീനിനെ കൊണ്ടുനടക്കും. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ മൂന്നാളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്തുകൾ ചോദിക്കുകയും അത് കുറവാണ് എന്ന രീതിയിൽ തോന്നിയപ്പോൾ അത് നബിയാണ് എന്നുകൊണ്ട് പറഞ്ഞിട്ട് അവരെന്ത് പറഞ്ഞു? ചില ആളുകൾ പറഞ്ഞു ഞാൻ ഇനി മാംസം കഴിക്കില്ല എന്ന് പറഞ്ഞു. ചില റിവായത്തിൽ ഞാൻ ഈ ദിവസം നോമ്പെടുക്കും, ഞാൻ ഇനി വിവാഹം കഴിക്കൂല എന്ന് പറഞ്ഞു. അങ്ങനെ ചില ആൾക്കാർ ഞാൻ ഉറങ്ങില്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്താണ്? നിങ്ങളെക്കാൾ അള്ളാഹിനെ ഭയപ്പെടുന്ന ആൾ ഞാനാണ്, നിങ്ങളെക്കാൾ അള്ളാഹിനെ സൂക്ഷിക്കുന്ന ആള് ഞാനാണ്. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? രാത്രി ഉറങ്ങുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, വിവാഹം കഴിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഭാര്യമാരോടൊപ്പം ജീവിക്കുന്നുണ്ട്, അതുപോലെ പിന്നെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, നോമ്പ് വെൽക്കുന്ന ദിവസമുണ്ട്. അപ്പൊ ദീൻ എന്ന് പറഞ്ഞാല് ഒരു തരത്തിലും ഏത് തരത്തിലാവട്ടെ നമുക്ക് സാധിക്കാത്ത നിലയിൽ അതൊരു ഭാരമായി കടുപ്പമായി എടുത്ത് അതൊരു ബുദ്ധിമുട്ടാകുന്ന രീതിയിലാക്കി കഴിഞ്ഞാൽ ആ ദീൻ അവനെ മറികടക്കും, അവനത് ദീൻ കൊണ്ടുനടക്കാൻ സാധിക്കില്ല. എന്നാൽ ദീൻ എന്നുള്ളത് അവന് ഇബാദത്ത് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ സ്ഥിരതയോടുകൂടി അതിനെ കൊണ്ടു നടന്ന് മുന്നോട്ട് പോകലാണ് അള്ളാഹുവിന് ഇഷ്ടമുള്ള ദീൻ എന്ന് പറഞ്ഞത്. സംഹത്താണ്, ഒരിക്കലും ഷിദ്ദത്ത് അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നില്ല. അതിന്റെ അർത്ഥം തസാഹുൽ ഒന്നും ചെയ്യേണ്ടെന്നല്ല, ചെയ്യുന്നത് വളരെ നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ അങ്ങനെ സ്ഥിരതയോടുകൂടി ചെയ്യുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ഈ ബാബിൽ ഈ ഹദീസ് കൊണ്ടുവരാനുള്ള കാരണമായിട്ട് പറയുന്നത് അസ്സമാഹത്ത്, ഇങ്ങനെ ദീന് നല്ല രീതിയിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാതെ എളുപ്പത്തിൽ ദീന് പാലിക്കാൻ സാധിക്കുന്ന രീതിയിൽ ആക്കി കൊടുക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ ഓരോ ആളുകൾ വ്യത്യസ്തമായിരിക്കും, എല്ലാവർക്കും ഒരുപോലെ സാധിക്കൂല. ദീൻ ഒരിക്കലും എല്ലാവർക്കും ഒരുപോലെ കൊണ്ടുനടക്കാൻ സാധിക്കില്ല. ചില ആളുകൾക്ക് രാത്രി നിസ്കരിക്കൽ എളുപ്പമായിരിക്കും, പക്ഷെ അവർക്ക് നോമ്പെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ചില ആൾക്ക് നോമ്പ് വെൽക്കൽ എളുപ്പമായിരിക്കും, രാത്രി നിസ്കരിക്കാൻ എഴുന്നേൽക്കാൻ പറ്റില്ല. ചില ആൾക്ക് ദാനധർമ്മങ്ങൾ എളുപ്പമായിരിക്കും, വേറൊരാളെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ വേറെ എന്തെങ്കിലും രീതിയിൽ സഹായിക്കാൻ സാധിക്കില്ല. വേറെ ആൾക്ക് സ്വതക്കം കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, എന്നാൽ വേറെ രീതിയിൽ സഹായിക്കാൻ സാധിക്കും. അപ്പൊ ആളുകൾ വ്യത്യസ്തമായിരിക്കും. അപ്പൊ ഒരാളെ കണ്ടിട്ട് ഈ ഇതേപോലെ ആയിരിക്കണം, ഈ ഇതേപോലെ ആയിരിക്കണം, ഈ ഇതേപോലെ ആയിരിക്കണം എന്ന് പറയാൻ നമുക്ക് പറ്റില്ല.
അടിസ്ഥാന നിർബന്ധമായ കാര്യങ്ങൾ അവർ പാലിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഏതാണോ കൂടുതൽ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നത്, ഒരിക്കലും ബുദ്ധിമുട്ടില്ലാതെ, ഞെരുക്കമില്ലാതെ, ഒരു കടുപ്പമില്ലാതെ ദീന് നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ സാധിക്കുന്നത്, അങ്ങനെ കൊണ്ടു നടക്കുന്നതാണ്, അത് സൽസ്വഭാവത്തിന്റെ ഭാഗമാണ് എന്നാണ് ഈ ഹദീസ് കൊണ്ട് ഇവിടെ കൊടുക്കാനുള്ള ഉദ്ദേശം. അടുത്ത ഹദീസ് അൻ അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഖാല അർബഉ ഖിലാലിൻ ഇദാ ഉഅതിയതഹുൻ ഫലാ യദുറുക മാ ഉസില അൻക മിന ദുനിയ. 4 കാര്യങ്ങൾ ഇദാ ഉഅതിയതഹുൻ ഫലാ യദുറുക അർബഉ ഖിലാലിൻ ഇദാ ഉഅതിയതഹുൻ ഫലാ യദുറുക മാ ഉസില അൻക മിന ദുനിയ. 4 ഗുണങ്ങൾ അത് നിനക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിനക്ക് പിന്നെ വേറൊന്നും ദുനിയാവിൽ നിന്നൊന്നും നഷ്ടപ്പെട്ടാലും ഒരു ദോഷവും ചെയ്യില്ല. പറഞ്ഞു ഹുസ്നു ഖലീഖത്തിൻ, നല്ല ഒരു സ്വഭാവം, സൽസ്വഭാവം. വഅഫാഫു തുഅമത്തിൻ, നിനക്ക് ലഭിച്ചിട്ടുള്ള ഭക്ഷണം അത് അതിൽ തൃപ്തി, അത് മതിയായതാവുക. വസിദ്ഖു ഹദീസിൻ, സത്യം പറയുക, സത്യസന്ധത ഉണ്ടാവുക, സത്യം പറയുന്ന അവസ്ഥ. വഹിഫ്ദു അമാനത്തിൻ, അമാനത്ത് വിശ്വസ്തത കാത്തു സൂക്ഷിക്കുക. ഈ 4 ഗുണങ്ങൾ ആരിലാണോ ഉള്ളത് അവന് ദുനിയാവിൽ എന്ത് നഷ്ടപ്പെട്ടാലും അത് എന്തല്ല, അവന് യാതൊരു നഷ്ടവും വരാത്ത രീതിയിലുള്ള കാര്യമാണ്. കാരണം അത്രയും മഹത്തായിട്ടുള്ള ഗുണങ്ങളാണ് ഈ 4 കാര്യങ്ങൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഈ 4 കാര്യങ്ങളായിട്ട് പറഞ്ഞത്? ഒന്നാമത്തേത് നമ്മൾ ബാബുമായി ബന്ധപ്പെട്ടത് ഹുസ്നു ഖലീഖത്തിൻ, നല്ലൊരു സ്വഭാവം ഉണ്ടാവുക എന്നുള്ളത്. അത് മഹത്തായ നേട്ടമാണ്. ദുനിയാവിൽ ഒരാളെ നമുക്ക് ആളുകൾക്കിടയിൽ തന്നെ ആളുകളുടെ ഇഷ്ടം നേടിത്തരുന്ന ഒരു കാര്യമാണ് എന്ത്? നല്ലൊരു സ്വഭാവം ഉണ്ട്. നമുക്ക് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ കുറച്ച് ആളുകളുമായിട്ട് ഇടപഴകുന്നുണ്ടെങ്കിൽ നല്ല സ്വഭാവമുള്ള ആളുകളോട് നമുക്ക് കൂടുതൽ ഇഷ്ടമായിരിക്കും, താല്പര്യമായിരിക്കും. അല്ലാത്ത ആളുകളോട് നമുക്കൊരു അകൽച്ചയായിരിക്കും. അപ്പൊ നല്ല സ്വഭാവം എന്നുള്ളത്. രണ്ടാമത്തേത് വഅഫാഫു തുഅമത്തിൻ, നമുക്ക് ലഭിക്കുന്ന ഭക്ഷണം അതിൽ എന്താവുക, ഇഫ്ഫത്ത് ഉണ്ടാവുക, അതിൽ ഹലാലായ ഭക്ഷണത്തിൽ തൃപ്തി ഉണ്ടായി അതിലുണ്ടാവുക. ഇത് പോരാ, ഒരു ഖനാഅത്തില്ലാത്ത ഒരവസ്ഥ ഉണ്ടാവുക എന്നുള്ളത് അവന് ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഹലാലായതിൽ നിന്ന് അവന് ലഭിക്കുന്നത് ഹറാം ഒഴിവാക്കി, ശുബ്ഹത്തുകൾ ഒഴിവാക്കി, അതിൽ അതിര് കവിച്ചൽ ഒഴിവാക്കി, മറ്റുള്ളവരോട് യാചിക്കുന്ന ഒഴിവാക്കി അവന് ലഭിക്കുന്ന ഭക്ഷണത്തിൽ മതിയായതാവുക എന്നുള്ളത്. മൂന്നാമത്തേത് വസിദ്ഖു ഹദീസിൻ, സത്യം പറയുന്ന അവസ്ഥ. അവന്റെ നാവ് സത്യം പറയുന്ന ഒരു സ്വഭാവം ഉണ്ടാവുക, കദിബില്ലാതെ, കളവില്ലാതെ സത്യം പറയുന്ന അവസ്ഥ ഉണ്ടാവുക എന്നുള്ളത്. കാരണം സത്യസന്ധത എന്നുള്ളത് ആരാണോ കൂടുതൽ സംസാരത്തിൽ സത്യസന്ധത കാണിക്കുന്നത് അവൻ അള്ളാഹുവിന്റെ അടുക്കൽ സിദ്ദീഖായി രേഖപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാവും. കാരണം അങ്ങനെയുള്ളവനെ ജീവിതത്തിൽ സിദ്ദീഖ് ഉണ്ടാവുകയുള്ളൂ. അവന്റെ സ്വപ്നം പോലും സത്യസന്ധമായ സ്വപ്നങ്ങളായിരിക്കും അവൻ കാണുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും സത്യസന്ധമായ സ്വപ്നങ്ങൾ കാണുന്നത് സംസാരത്തിൽ ഏറ്റവും സത്യസന്ധത പുലർത്തുന്ന ആളുകളായിരിക്കും എന്ന്. അവസാനം പറഞ്ഞു ഹിഫ്ദു അമാനത്തിൻ, അവന്റെ വിശ്വസ്തത, അവനെ വിശ്വസിച്ച് ഏതെങ്കിലും കാര്യത്തിൽ ഏൽപ്പിച്ചാൽ എല്ലാ രീതിയിലും അവന്റെ ഒരു തരത്തിലും അവനിൽ നിന്ന് ഒരു കളവോ ചതിയോ വഞ്ചനയോ ഒന്നും തന്നെ ഭയപ്പെടേണ്ടതില്ലാത്ത വിധം ഏറ്റവും നല്ല രീതിയിലുള്ള വിശ്വസ്തത അവനുണ്ടാവുക എന്നുള്ളതും നേട്ടത്തിൽപ്പെട്ടതാണ്. അപ്പൊ ഇതിൽ ഹുസ്നുൽ ഖുൽഖ് പ്രത്യേകം പറഞ്ഞു. എല്ലാം നല്ലൊരു സ്വഭാവത്തിൽപ്പെട്ട കാര്യം തന്നെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും. ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസുകൾ അടുത്ത ദർസിൽ നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.